ഏറ്റവും വലിയ ആൽമരങ്ങളിൽ ഒന്നായ അതും 250 വർഷം പഴക്കമുള്ള ഒരു ആൽമരത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഈ ആൽമരം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും മൊത്തമായിട്ട് വീഡിയോ നിങ്ങൾ കാണാം, എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതൊരു ഞായറാഴ്ചയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്ക് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ഇതിൽ നമുക്ക് കിട്ടി. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചേട്ടൻ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലുള്ള നമ്മൾ വില വിവരത്തിൽ നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് 30 രൂപയാണ് ടിക്കറ്റ് വില, ഫോറിനേഴ്സിന് 300 രൂപ. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും 300 രൂപയൊക്കെ കൊടുത്തിട്ട് ഫോറിനേഴ്സിന് ഇങ്ങനെ ഊറ്റണമെന്ന്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് എന്തായാലും 30 രൂപയ്ക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഒരു ചേച്ചിക്ക് ടിക്കറ്റ് കാണിച്ചിട്ട് നേരെ ഉള്ളിലോട്ട് കയറി അപ്പം തന്നെ നമുക്ക് തൊട്ട് മുന്നിലായിട്ട് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ബോട്ടാണിക്കൽ ഗാർഡനിൽ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് എവിടെയാണ് എന്നൊക്കെയാണ് ഈ പോസ്റ്റർ മുഖേന നമുക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് നേരെ താഴോട്ട് ഇറങ്ങി വരുന്നത്. കണിക്കൊന്ന കാണുന്നത്, നമ്മുടെ നാടിൻ്റെ കണിക്കൊന്ന പൂത്തുരഞ്ഞ് നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് മരമൊക്കെ ഉണ്ട്. കാരണം പാർക്കിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. കണിക്കൊന്നയുടെ ശരിക്കും ഒരു ബയോളജിക്കൽ നെയിമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പണ്ട് പഠിച്ച ഓർമ്മയിൽ വെച്ച് നോക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഒരു ബയോളജിക്കൽ നെയിമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് ഞാനത് വായിക്കാൻ നിന്നില്ല, കാരണം പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന കാരണം കൊണ്ട് അധികം നേരം ഞാനത് വായിക്കാൻ നിന്നില്ല. നമ്മളെന്തായാലും യാത്ര തിരിച്ച് ഓരോ വളവിലും തിരിവിലായിട്ട് എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, അവിടെ പോയി എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഹൗറ ഗേറ്റ്. അത് നിങ്ങൾ മൂന്നാമത് കാണുന്നില്ലേ, ഹൗറ ഗേറ്റിലേക്കാണ് പോകുന്നത്. ഹൗറ ഗേറ്റ് ഒരു എന്താണ് അവിടെ സംഭവം എന്നും നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടോട്ടലായിട്ട് ഈ ഗാർഡൻ. അപ്പോൾ എന്തായാലും നന്നായി നടക്കാനുണ്ട്. നമ്മൾ വെള്ളം പോലും കയ്യിൽ വെച്ചിട്ടില്ല. എന്തായാലും ഇതൊരു അടിപൊളി ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി നടത്തുന്നത് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഞങ്ങൾ നടക്കാൻ ഒരുങ്ങി. നടക്കുമ്പോൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പലതരത്തിലുള്ള ചെടികളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഞാൻ ഇവനും കൂടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് വയ്യാതെ ആയിട്ടുണ്ട്. ജസ്റ്റ് ക്യാമറ കാണിച്ചപ്പോൾ ഒന്ന് ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി മുന്നേ പോയപ്പോൾ ഒരു ചെറിയൊരു കാവ് പോലത്തെ മോഡലൊക്കെ, ഒരു കാട് പോലെ, ഇത് നഗരത്തിൻ്റെ നടുവിലാണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ആ പുറത്തുള്ള കൊൽക്കത്തയിലെ ചൂട് ഇപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് തന്നെ മനസ്സിലാവും, നല്ല ചൂടാണ്. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മരത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു വില. ഇവിടെ നമ്മുടെ നാടൻ വാഴ നിൽക്കുന്നുണ്ട്. കുലച്ചിട്ടൊന്നുമില്ല, കുലച്ചിട്ട് നമ്മളോട് നിന്നു, പക്ഷേ കുലയുള്ള വാഴയൊന്നും കണ്ടില്ല. ഇവിടെ നഴ്സറി ഉണ്ട്, നഴ്സറി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലോട്ട് പോകാനും പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. ഹൗറ ഗേറ്റാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ഇവിടെയും കാരണം ആൽമരങ്ങളും മറ്റും പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള വൃക്ഷങ്ങളും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ കപ്പിൾസിൻ്റെ ഏറ്റവും അതിഗംഭീരമായി ആർമോദിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് കൂടിയാണ്. അപ്പോൾ ആ വഴി പോയപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഈ ഒരു കുളം കണ്ണിൽപ്പെട്ടത്. കാരണം കുളത്തിൽ ഫുള്ള് ആമ്പലില്ല, കുറച്ച് ആമ്പലുള്ളൂ. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു മരം ഇങ്ങനെ ചാരി വീഴാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അത്ഭുതത്തോടു കൂടി ഇവിടെ വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആമ്പൽ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ മൊത്തം കുളത്തിലായിട്ട് ആമ്പലില്ല. മൊത്തം കുളത്തിൽ നിറഞ്ഞു നിൽക്കുക വെച്ചാൽ അതൊരു രസമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. പലതരത്തിലുള്ള കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. അത് ഈ ചൂട് അധികം നമുക്ക് അനുഭവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നേരെ ഇവിടുന്ന് ലെഫ്റ്റ് അങ്ങ് തിരിഞ്ഞു. മൊത്തം ഒരു കാടാണ് കേട്ടോ ഇവിടെ. അവിടുത്തെ പോസ്റ്ററിൽ തൊട്ട് മുന്നിൽ എഴുതിയിട്ടുണ്ട് നാച്ചുറൽ ട്രെയിൽ. അപ്പോൾ തന്നെ മനസ്സിലായി, ഓക്കെ, പ്രകൃതിയുടെ എന്തോ ഒരു സംഭവമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന്. നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ നാട്ടിലൊക്കെ നമ്മുടെ ഈ കാടുകൾ കൂടെ നടക്കില്ലേ, അതേപോലത്തെ ഒരു എന്താ പറയുക, ഒരു വൈബുള്ള സ്ഥലം. കാരണം ഇവിടെ കയറിയപ്പോൾ പക്ഷികളുടെയൊക്കെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ ഇവർ പരമാവധി ഇതിനെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാടിൻ്റെ രൂപത്തിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ മരമുട്ടികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അവ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമാണ്. എല്ലാ മരത്തിൻ്റെ മുകളിലും ഓരോ പേരുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഭാര്യയും കുട്ടികളെയും അല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയൊക്കെ കൊണ്ടുവന്ന് പറ്റിയൊരു സ്ഥലമാണിത്. പക്ഷെ നടക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് നോക്കണം, കാരണം ഒരു പോസിറ്റീവിനും ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. പക്ഷേ എന്തായാലും എനിക്ക് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഇത്. കാരണം ഞാൻ കൊൽക്കത്തയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെക്കുറിച്ചിട്ട് പ്രതീക്ഷിച്ചത് പോലുമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരന് നന്നായിട്ട് എൻജോയ് ചെയ്തു. അവൻ മുന്നിൽ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പുറകിൽ ക്യാമറ വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു സൈഡും ഒരു ഭാഗവും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് രസമാണ്.
അതിപ്പോൾ ഞാൻ എത്രത്തോളം പറയുന്നു, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിഗംഭീരമായൊരു വൈബുള്ളൊരു സ്ഥലം. അത് ഒരുതരം തണുത്ത കാറ്റും, എന്താ പറയുക, വേറൊരു നമ്മൾ ലോകത്തിലെത്തിയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവനോട് കൂട്ടുകാരോട് ചോദിച്ചു, അവനും പറഞ്ഞു ഇത് ഭയങ്കര അത്ഭുതമാണെന്നാണ് അവനും പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടക്കാൻ ഒരുങ്ങി. കുറച്ച് നേരം നടന്നപ്പോൾ നമുക്കൊരു ഹട്ട് കിട്ടി. അതായത് ഒരു ഹട്ട്. പക്ഷെ അവിടേക്ക് ഞാൻ അധികമായിട്ട് ക്യാമറ കാണിക്കുന്നില്ല, കാരണം അവിടെ പലതരത്തിലുള്ള കപ്പിൾസാണോ ലവേഴ്സാണോ എന്താണെന്ന് അറിയില്ല, എന്തോ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന കാരണം അധികമായിട്ട് അങ്ങോട്ട് ക്യാമറ പകർത്തിയില്ല. കുറച്ചൊക്കെ പകർത്തിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. പിന്നെ തൊട്ടിപ്പുറത്തായിട്ടൊരു തൂക്കുപാലം സെറ്റപ്പ്, തൂക്കുപാലമല്ല, നമ്മുടെ മുളയുടെ ഒരു ചെറിയൊരു പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവർ പരമാവധി പ്രകൃതിയിൽ എങ്ങനെയാണ്, അതായത് നാച്ചുറൽ, ആ സംഭവം നാച്ചുറലി എങ്ങനെയാണ് പ്രകൃതി ഉണ്ടാവുന്നത്, അതാണ് ഒരു സംഭവം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കാൻ ഒരുങ്ങി. നല്ല രസമാട്ടോ, ഭയങ്കര രസം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരു പ്രകൃതിയോട് ഇണങ്ങി അങ്ങ് നടക്കുക. 30 രൂപയേ ഉള്ളൂ. ആ 30 രൂപയ്ക്ക് ഇതൊക്കെ എന്താ അധികം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ നടക്കാൻ വെച്ചാൽ നമ്മുടെ ഇപ്പോഴും എയിം മറക്കരുത്, ഹൗറ ഗേറ്റ് എന്നാണ് നമ്മുടെ എയിം. ഇവിടെ തന്നെയാണ് നമ്മുടെ ഗ്രേറ്റ് ബനിയൻ ട്രീ, വലിയ ആൽമരം ഉള്ളതും. അപ്പോൾ ഇത് കൂടെയൊക്കെ ഇടവഴിയൊക്കെ ഉണ്ട്, അവിടേക്കൊന്നും നമ്മൾ പോയില്ല. നമ്മൾ നേരെ നടക്കാൻ ഒരുങ്ങി. കാരണം ഞാൻ കുറേയൊക്കെ വേർത്തു, കാരണം ഇത്രയും തണുപ്പൊക്കെ ഉണ്ട് ഉള്ളിൽ. പക്ഷേ നടക്കേണ്ട ഇത് കാരണം കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞങ്ങൾ വേർത്തു കേട്ടോ. രണ്ടുപേരുടെയും മുഖത്ത് ഈ പുഞ്ചിരി ക്യാമറ കാണുമ്പോൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. വയ്യാതെ ആയിരിക്കുന്നു, കിതച്ചിരിക്കുന്നു. എന്തായാലും ഇതിപ്പോൾ കഴിയുന്നില്ല, ഇവിടുന്ന് 2 സ്പ്ലിറ്റായിട്ട് വഴി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ലെഫ്റ്റ് പിടിച്ചു. ഇതിന് മുന്നിൽ, നമ്മുടെ മുന്നിൽ തൊട്ട് മുന്നിലായിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനല്ല, ഒരു പയ്യൻ ഉണ്ടായിരുന്നു, നല്ല ബോഡി ബിൽഡറൊക്കെ ആയിട്ട്. അവൻ പോയ വഴി കൂടിയാണ് ഞങ്ങളും പോകുന്നത്. കാരണം ചിലപ്പോൾ അവൻ മുന്നേ ഇത് കൂടെ നടന്ന കാരണം കൊണ്ട് അവനറിയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടക്കാൻ ഒരുങ്ങുന്നത്. നമ്മുടെ പനയൊക്കെ അവിടെ കാണാം കേട്ടോ, നന്നായിട്ടൊക്കെ കരിമ്പനൊക്കെ നന്നായിട്ട് ഇവിടെ ഉണ്ട്. തൊട്ടിപ്പുറത്തെ സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് എടുത്തില്ല. പിന്നെ ഞാൻ വന്ന് സ്റ്റോപ്പായി പോയത് ഈ ആൽമരം കണ്ടിട്ടാണ്. ഇവിടെ കുറേ അധികം ആൽമരം ഉണ്ട്. ഈ ആൽമരം കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇതാണ് ഗ്രേറ്റ് ബനിയൻ ട്രീ എന്ന്. പക്ഷേ അല്ല. എനിക്ക് അത്ഭുതമായി തോന്നിയെന്ന് അറിയോ, ഇതിൻ്റെ ഈ വേരിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ആ വഴിയുടെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ, കാരണം വേര് കൊണ്ടൊരു കട്ടില പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കൂടി വന്നത്. ആ ഒരു ഭാഗം വീഡിയോ എടുക്കാൻ എനിക്ക് കറക്റ്റായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ക്ഷമിക്കണം. ഇതാട്ടോ നമ്മുടെ ആൽമരം. ഇതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരം, ഇതല്ല കേട്ടോ. ആൽമരത്തിലൊന്നും ഇതല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും നടത്താൻ ആരംഭിച്ചു. നമുക്കൊരു പുതിയൊരു കൂട്ടുകാരെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അത് അവനാണ് തൊട്ട് മുന്നിൽ പോകുന്നത്, ഏറ്റവും തൊട്ട് മുന്നിൽ അവൻ പോകുന്നുണ്ട്. അവന് UP കാരനാണ്. അപ്പോൾ അവനും ഇവിടെ ആദ്യമായിട്ടാണ് വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കൊരു കമ്പനിയായി. ആളൊരു ചില്ലാണ്. ആൾ പറഞ്ഞു ഓക്കെ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇവിടെ വന്നിരുന്ന് ബുക്കൊക്കെ വായിക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തോ ഏതോ അറിയില്ല. എന്തായാലും ഓക്കെ, ഒരു കമ്പനി കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളും അവൻ്റെ പിന്നാലെ നടക്കാൻ ഒരുങ്ങി. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തിറങ്ങി. നമ്മൾ ആദ്യം കണ്ട ആ മറ്റേ ആമ്പൽക്കുളമൊക്കെ നമ്മുടെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നടത്താൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അവനും ഞങ്ങളോട് ആദ്യം പറഞ്ഞു, അവനും ആദ്യമായിട്ടാണ് വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞു ഇങ്ങനെ പോയാലാണ് അവിടെ എത്തുക, അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. അവൻ സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയില്ല. ഓക്കെ, എന്തായാലും അവനെ വിശ്വസിച്ചിട്ട് നമ്മൾ അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. നല്ല രീതിയിലാണ് ഇവിടുത്തെ ഈ ഗാർഡൻസൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയാണ്. കാരണം ഇത്രയും മരങ്ങളും ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ നടക്കുന്ന നടപ്പാത നല്ല വൃത്തിയാണ്, നല്ല ക്ലീനാട്ടോ. എന്തായാലും അതൊരു ഭംഗിയില്ല. കാരണം നമ്മൾക്കൊരു കാടിനുള്ളിൽ കൂടെ പോകുമ്പോൾ അവർ വേറെ സെറ്റപ്പ്, ഈ പാർക്കിൻ്റെ ഉള്ളിലൂടെ ഈ റോഡിലൂടെ പോകുമ്പോൾ അവിടെ ഒരു കച്ചറയോ അങ്ങനെ ഒന്നുമില്ല. തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു സ്റ്റേജും ഒരു ഗ്രൗണ്ടൊക്കെ കാണാം. ചിലപ്പോൾ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാവും നടത്തുന്നത്, പെർമിഷനൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ അവർ അതിനെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അധികമായിട്ടൊരു കേടുപാടുകളോ ഒന്നുമില്ല, നല്ലൊരു നീറ്റ്നെസ് ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റ് അടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് വീണ്ടും ഈ ഗ്രൗണ്ടിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം. 2 മൈന കണ്ട സന്തോഷം എന്നല്ലേ പറയാറുള്ളത്. എന്തായാലും 2 മൈനയെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു പോണ്ടിൻ്റെ അടുത്തേക്ക് എത്തി. ഇങ്ങനെ നിറച്ച് പോണ്ട കേട്ടോ ഈ പാർക്കിൽ, നിറച്ച് പോണ്ടുണ്ട്. നമുക്കിനി വഴിയെ കാണാൻ പറ്റും പല തരത്തിലുള്ള പോണ്ടുകൾ. അങ്ങനെ നമ്മൾ പോണ്ടൊക്കെ കണ്ട് കുറച്ച് നടന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ജംഗ്ഷനിലെത്തി. ഒരു അടിപൊളിയായിട്ടൊരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെ. ഒരു സർക്കിളാണ്, അങ്ങോട്ടും പോവുക ഇങ്ങോട്ടും പോവുക. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത് ലെഫ്റ്റ് സൈഡാണ് തിരഞ്ഞെടുത്തത്.
ലെഫ്റ്റിൽ നിന്ന് നേരെ അങ്ങ് പോയി പിടിച്ചാലോ എന്ന് ആലോചിച്ചു. കാരണം ഇപ്പം ഞങ്ങൾ 2 പേരല്ല 3 പേരുണ്ട്. അപ്പോൾ 3 പേരും ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പുറത്ത് കൂടെ പോകാൻ. അപ്പോൾ മറ്റവനും അവർ 2 പേരും പറഞ്ഞു ഓക്കെ നമുക്ക് ഇപ്പുറത്ത് കൂടെ പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവരെ തെറ്റിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരുടെ സൈഡിനെ പിടിച്ചു. നല്ല രസം, ഞാൻ പറഞ്ഞില്ലേ നല്ല വൃത്തിയാണ്. അധികം ഇവിടെ സെക്യൂരിറ്റീസും ഞാൻ കണ്ടില്ല കേട്ടോ. ആ ടിക്കറ്റ് കട്ട് ചെയ്യുന്ന അവിടെ ചേച്ചിയുണ്ട്, പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ചേട്ടനുണ്ട്, ബാക്കി ആരും ഞാൻ കണ്ടില്ല. അങ്ങനെ നമ്മളിതാ ഈ ഒരു സൈഡിലെത്തി. നല്ല കല്ലൊക്കെ വിരിച്ചിട്ട് തൊട്ടിപ്പുറത്ത് കാണാം മരത്തിൻ്റെ മുകളിലൊക്കെ നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലമുണ്ട്. നല്ല കല്ലുള്ളത്, ചെരുപ്പ് ഇട്ടിട്ടോ ഷൂട്ടിട്ടോ വരണം, അല്ലെങ്കിൽ നല്ല വേദനയാവും കാലിന്. നല്ല ഉരുളം കല്ലുകളാട്ടോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ കുറച്ച് നേരം നടക്കുകയാണ്. കാരണം ഇവിടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹുഗ്ലി നദിയുടെ സൈഡിലെത്തുമെന്നാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഹുഗ്ലി നദി കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് ഹൗറ ഗേറ്റ് കാണാൻ പറ്റുക. ഹൗറ ഗേറ്റ് എന്താണ് എങ്ങനെയാണ് സംഭവം ഒന്നും ഞങ്ങൾക്കറിയില്ല. എഴുതി വെച്ചു, അപ്പോൾ ആ വഴി പോകുന്നു. എന്തായാലും 30 രൂപയല്ലേ ഞാൻ പറഞ്ഞു, 30 രൂപയല്ലേ ഉള്ളൂ, നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് വർക്കിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്, പണികളൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ വിപുലീകരണമായിരിക്കാം, JCB ഒക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഹുഗ്ലി നദിയുടെ സൈഡിലെത്തിയിട്ടോ. അതാ പോകുന്നത്, അവർ 2 പേരും അവിടേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ വഴി നേരെ പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹുഗ്ലി നദി ഒന്ന് കാണാം. ആശ നമ്മുടെ UP കാരൻ അവിടെ നേരെ പോയിരുന്നു. എനിക്ക് തോന്നി അവൻ ബുക്ക് എടുത്ത് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ കൂട്ടുകാരൻ വയ്യാതെയായി കമ്പിയും പിടിച്ച് തൂങ്ങി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഹുഗ്ലി നദി, നല്ല വിശാലമായ നദി കേട്ടോ. പിന്നെ ഒന്ന് പറയുമ്പോൾ ഒരു കച്ചറ പോലും താഴെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ബംഗാളികൾ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുന്നുണ്ടല്ലോ, പക്ഷെ ഒരു കച്ചറ പോലും താഴെ സൈഡിൽ എവിടെയില്ല. അതിനെന്തായാലും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആളുകളെ. ചിലപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരോ വൃത്തി ചെയ്യുന്ന ആൾക്കാരോ അവരൊക്കെ ചെയ്തതായിരിക്കാം. ഇവിടെ കണ്ടു ഇങ്ങനത്തെ ഒരു പഴയൊരു ബിൽഡിങ്, ബ്രിട്ടീഷുകാരൻ മറ്റോ ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ് തോന്നുന്നു. കുറേ കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കൂട്ടുകാരാണെങ്കിൽ മറ്റേ 2 ഇടുപ്പിൽ കൈയും വെച്ച് നിൽക്കാൻ തുടങ്ങി, 2 കൈയും വെച്ച് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. വെയ്യ എന്നാണ് അർത്ഥം. കാരണം ഹൗറ ഗേറ്റിൻ്റെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഇറങ്ങിയതല്ലേ, നടക്കാൻ ഒരുങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു, ഞാൻ പറഞ്ഞല്ലോ കുറേയേറെ പോണ്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സൈഡിൽ നോക്ക് പോണ്ടുകൾ ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നതും ഒരു അടിപൊളിയായിട്ടാണ്, നല്ല രസമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് മീൻ വളർത്തലോ എന്തോ സംഭവം എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഓക്കെ, നമ്മളത് ആ പോണ്ടിൻ്റെ പേരാട്ടോ ഷാദിർ ലേക്ക്. ഇങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഓരോ ബോർഡുകളുണ്ട്, എല്ലാ മരത്തിൻ്റെ മുകളിലും എല്ലാം ആ മരത്തിൻ്റെ ബയോളജിക്കൽ നെയിം എന്താണ്, ബാക്കി ബംഗാളിയിൽ എന്താണ് പറയുന്നത്, എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതെന്തായാലും നമ്മൾ കഴിഞ്ഞിട്ട് നേരെ നടക്കാൻ ഒരുങ്ങി. ഞാൻ പറഞ്ഞല്ലോ എല്ലാ സൈഡിലും ആൽമരങ്ങളാണ്, അതും നല്ല ഭംഗിയുള്ള പലതരം ഷേപ്പിലുള്ള ആൽമരങ്ങൾ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ദൂരം നടന്ന ആ വെയ്യായില്ലേ അതങ്ങ് മാറിപ്പോവും. എന്തായാലും ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. കുറേയേറെ നടന്നു, കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇവിടെ കുടിവെള്ള സംവിധാനം ഇല്ലാത്ത കാരണം ഉമിനീര് ഇറക്കിയിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മൾ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്. ബിൽഡിംഗ് കണ്ടപ്പോൾ നമുക്കൊരു ആകാംക്ഷ, എന്താണ് അവിടെ ഉണ്ടാവുക എന്ന്. നമ്മുടെ ഈ നാട്ടിലൊക്കെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഭൂത ബംഗ്ലാവ്. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിന് ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരനൊരു എന്താ പറയുക ഒരു ആഗ്രഹം അതിന് മുകളിലൊന്ന് കയറണമെന്ന്. എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ ഒരു പേടി കേട്ടോ, വല്ല ജന്തുക്കളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ പിന്നാലെ തന്നെ നടക്കാൻ ഒരുങ്ങി. അവൻ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റെപ്പ് മൊത്തം മരത്തിൻ്റെ സ്റ്റെപ്പാട്ടോ. അപ്പോൾ ആ ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് അവന് 2-3 സ്റ്റെപ്പ് കയറിയതിന് ശേഷം അവന് പിന്നെ മനസ്സിലായി ഇനി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി പൊളിഞ്ഞ് താഴെ പോകും, ഒരാൾ വന്നിട്ട് രക്ഷിക്കാൻ പോലുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മുടെ വീടിൻ്റെ ആ കെട്ടിടത്തിന് തൊട്ട് മുകളിലൊരു വ്യൂ കേട്ടോ. വേറെ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു. എന്തായാലും ബ്രിട്ടീഷുകാരുടെ ഒരു നല്ല ഒരു നിർമ്മിതി തന്നെയും തോന്നുന്നുണ്ട്. 150-200 കൊല്ലം വർഷം പഴക്കം എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി. ഇപ്പോഴും ഈ ബിൽഡിങ്ങിനൊന്നും കേടുപാട് പറ്റാതെ നിൽക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇപ്പോഴും കേടുപാട് പറ്റിയിരിക്കുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കാരണം കൊണ്ടാണ് ഇപ്പോഴും ഇതിങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ നടത്തം ആരംഭിച്ചു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചില സൈഡുകളിലേക്ക് ചില ഭാഗങ്ങളിലേക്ക് ഞാൻ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേറെ വല്ല ചിലപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ വേറെ വല്ല വീഡിയോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്നും വീഡിയോസ് എടുത്തില്ല. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ മൊത്തം ഈ സൈഡ് മൊത്തം പാർക്ക് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അധികം നേരം അവിടേക്ക് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇതൊരു നല്ലൊരു മൂത്രപ്പുരയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളും കാര്യമൊക്കെ സാധിച്ച് നേരെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി.
വീണ്ടും നടക്കാൻ ആരംഭിച്ചു. ഹൗറ ഗേറ്റിലേക്ക് ഇനി 300 മീറ്ററും കൂടിയേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കണ്ടത്. അപ്പോൾ എന്തായാലും ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ഓൺ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ കണ്ട ഒരു മരമൊക്കെ വീണ്ടും കിടക്കുന്നുണ്ടല്ലേ, വലിയൊരു മരം, നല്ല ടൺ കണക്കിലുള്ള മരം, എന്ത് മരമെന്ന് അറിയില്ല, വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം മുളം കാടുകൾ കേട്ടോ. എല്ലാ മുളയുടെ താഴെയും അത് ഏത് വർഗത്തിൽപ്പെട്ട മുളയാണ് എന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ യാത്ര വീണ്ടും തിരിച്ചു. കിതപ്പെന്ന് പറഞ്ഞാൽ ഒരുമാതിരി കിതപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പുറത്തെ കഥ കുറേ നമ്മുടെ എന്ത് ആൽമരാണ്, ആൽമരം പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഗേറ്റിനടുത്തേക്ക് പോവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗേറ്റ്. ഇത്രയും ദൂരം നടന്നിട്ട് ഒരു ഒലക്കി നമുക്ക് കിട്ടിയില്ല, അതായത് ഒരു കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇതൊരു ഹൗറ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഗേറ്റ് ഇട്ടിരിക്കുക, അതായത് പുറത്തേക്ക് പോകാനൊരു ഒരു വഴി. ഇതൊന്നും എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ അവർ ആദ്യം തന്നെ മുന്നേ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് വയ്യാത്ത ഈ അവസ്ഥയിൽ എത്തേണ്ട എന്ന് എന്താ പറയുക, എത്തേണ്ട ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാനാണെന്നറിയില്ല, നമ്മൾക്കത് ഒരു പാഠമാണ്. ഇനി വേറൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗറ ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റ് മാത്രമേ അവിടെ ഉള്ളൂ, പക്ഷേ എന്താണ് ഒന്നും ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ചു നടക്കുമ്പോഴും കണ്ടു ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുന്നിലുള്ള എല്ലാ പോണ്ടിലും ആമ്പലും താമരയൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല. എന്തായാലും ഫുള്ള് താമരയും ഇതൊക്കെ ആയിട്ട് നിറഞ്ഞൊരു അടിപൊളി ഒരു പോണ്ട്, അടിപൊളി ഒരു സ്ഥലമാണിത്. പ്ലാന്റ് സെക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ, അതായത് വെള്ളത്തിലുള്ള പ്ലാന്റുകളുടെ ഒരു സെക്ഷനാണ് ഇവിടെ. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ അതൊക്കെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, ഉള്ളിലോട്ട് ആരും പ്രവേശിപ്പിക്കുന്നില്ല. എന്തായാലും ഇപ്പം ഞങ്ങൾ എത്തിയത് നമ്മുടെ ബോൺസായി മരങ്ങളുടെ സെക്ഷനിലേക്കാണ്. കാരണം ഇടയ്ക്ക് നമുക്ക് തോന്നി ഉള്ളിൽ കയറിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് കൊണ്ടുപോയാലോ എന്ന്. കാരണം എന്താ അറിയോ, ക്യാമറയൊന്നും ഇവിടെ കാണാനില്ല, കാരണം നമ്മൾ മലയാളികളാണ് അങ്ങനെ ചിന്തിക്കുള്ളൂ. നല്ല തരത്തിലുള്ള ഒരു ബോൺസായി മരങ്ങളൊരു എന്താ പറയുക, ഒരു 100-ലധികം ബോൺസായി മരങ്ങളുടെ ഇവിടെ. ഓരോ ബോൺസായി മരത്തിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ യൂട്യൂബിലും ബാക്കിയുള്ളിലൊക്കെ കണ്ടിട്ട് നല്ല നല്ല വിലയുള്ള ബോൺസായി മരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ബോൺസായി മരങ്ങളുടെ അടുത്തും പോയിട്ട് ഓരോരോ ക്യാമറ ഇങ്ങനെ എടുത്തു, കാരണം പേരുകളൊന്നും മനസ്സിലാവുന്നില്ല, എന്താ മരം ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ എല്ലാ മരങ്ങളുടെയും ഓരോ പിക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല രീതിയിലായിട്ട് ഇവർ മെയിൻറ്റെയിൻസ് ഞാൻ ഒരു രക്ഷയില്ല, കാരണം അത്രയ്ക്കധികം ഭംഗിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു വേറൊന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരും ആരും ഇവിടെ കാണാനുമില്ല. ഇത്രയും നേരം ആയിട്ട് എനിക്കൊരു സെക്യൂരിറ്റിക്കാരനെയോ ആരെയും ഇവിടെ കാണാൻ സാധിച്ചില്ല. പക്ഷേ മെയിൻറ്റെയിൻ അതിഗംഭീരമാണ്, ഒരാൾ പോലും അതിൻ്റെ ഒരു ഇലയോ പൂവോ ഒന്നും പൊട്ടിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥർക്കൊക്കെ ഒരു ഭയങ്കര ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. നമ്മൾ പിന്നെ എത്തുന്നത് മുള്ളു ചെടികളില്ലേ, നമ്മുടെ കള്ളിമുൾ ചെടികളൊക്കെ, മുള്ളു ചെടികളില്ലേ, അതിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഭയങ്കര രസമായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഇതിനുള്ളിൽ കയറുമ്പോൾ ഫുള്ളായിട്ട് കള്ളിമുൾ ചെടികളാണ്. കാരണം കള്ളിമുൾ ചെടികൾക്ക് ചൂട് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഗ്ലാസിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ കള്ളിമുൾ ചെടികളൊക്കെ ഇവർ വെച്ചിട്ടുള്ളത്. കാരണം ഉള്ളിലോട്ട് കയറാൻ പ്രവേശനം നിർവാഹമില്ല, കാരണം പുറത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറാൻ യാതൊരു നിർവാഹവും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ എന്തായാലും നമുക്കിതാ ജസ്റ്റ് കള്ളിമുൾ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നേരെ നമ്മൾ താഴത്തേക്ക്, കാരണം കൂടുതലായിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെ ഒരു പോണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി താഴോട്ട് ഇറങ്ങുക കേട്ടോ. കുറച്ച് മഴ പെയ്തതിൻ്റെ ഒരു ചളിയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് നേരെ നടന്ന് പോകാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുമ്പോൾ ഇനി നടക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തിനാണോ ഈ പാർക്കിൽ വന്നത്, എന്തിനാണോ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ വന്നത്, ആ ഒരു നമ്മുടെ എയിം, അതായത് ഏറ്റവും വലിയ എയിമാണ് നമ്മുടെ ഗ്രേറ്റ് ബെരിയൻ ട്രീ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവിടുന്ന് നമ്മൾ നേരെ നടക്കണം. ഇനി അധികം ദൂരമൊന്നുമില്ല നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ ആൽമരത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ ആൽമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരമായി ഇത് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് 1987 ഇന്ത്യ ഗവൺമെൻറ് ഇതിൻ്റെ ബഹുമാനാർത്ഥം ഒരു തപാൽ സ്റ്റാമ്പ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ഈ ആൽമരത്തിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന്. കാരണം 1884 1925 ഉണ്ടായ കനത്ത ചുഴലിക്കാറ്റുകളെ അതിജീവിച്ച ഒരു ആൽമരം കൂടിയാണിത്. കാരണം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ചെറു വനമായിട്ടാണ് കാണാൻ സാധിക്കുക. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആൽമരത്തിൻ്റെ വേരിൽ നിന്നും വേറെ ആൽമരം അങ്ങനെ എത്രയോ കൊല്ലങ്ങൾ ഇങ്ങനെ വന്നത് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്, ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് പ്രകൃതിയുടെ. അങ്ങനെ ഒരു കാട് പോലെ ആയിരിക്കുകയാണ്.
നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഒരു നിർവാഹവും ഇല്ല കേട്ടോ. കാരണം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകാരും മറ്റും ഇത് കേടുവരുത്തും എന്ന രീതി കൊണ്ടായിരിക്കാം മൊത്തമായിട്ട് കമ്പി വേലി കൊണ്ട് കെട്ടിയിട്ടാണ് ഇപ്പോൾ സംരക്ഷിച്ചിട്ടുള്ളത്. ഉള്ളിലോട്ട് യാതൊരു കാരണം കൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ സാധിക്കില്ല. എന്തായാലും ഇതിൻ്റെ ശരിക്കുള്ള, അതായത് മറ്റേ ശരിക്കുമുള്ളൊരു ആൽമരം ഉണ്ടല്ലോ, അത് കാണാൻ നമുക്ക് ദൂരത്തുനിന്ന് കാണാൻ സാധിച്ചു. പക്ഷേ ക്യാമറയിൽ എനിക്ക് പകർത്താൻ സാധിക്കുന്നില്ല, അത്രയും ദൂരത്തായിരുന്നു ആ ആൽമരം. ആ ആൽമരത്തിൻ്റെ വേരുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ കാണുന്ന എല്ലാ ആൽമരങ്ങളും വന്നിട്ടുള്ളത്. ഇപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ 250-ലധികം വർഷം പഴക്കമുള്ള ഈ ആൽമരം കണ്ടപ്പോൾ തന്നെ വളരെയേറെ സന്തോഷമാണ് തോന്നിയത്. എന്തായാലും നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ നടക്കാറുണ്ട്, പക്ഷെ നടന്നാലും നമുക്കത് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരിക്കലും ഒരു വയ്യായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആൽമരത്തിൻ്റെ ചുറ്റുഭാഗവും നടക്കാൻ ഒരു ചെറിയൊരു ഭിത്തി, ഒരു വാക്കിംഗ് പ്ലാസയൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അതിലൂടെയൊക്കെ നടന്ന് നമ്മൾ വീഡിയോസ് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഇതിനുള്ളിലോട്ട് കയറാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷേ നിർവാഹമില്ല, നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി അവിടെ. അപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ബനിയൻ ട്രീയുടെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ ഇവിടേക്ക് എത്താൻ കുറച്ച് 30 രൂപയുടെ ടിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ കുറേ കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.